കൃഷ്ണന്റെ നോട്ടം മണ്ണിലോ അതോ പെണ്ണിലോ? അതിപ്പോ അടിയൻ പറയാന്ന് വെച്ചാ മണ്ണിലാന്നേ പറയാൻ പറ്റൂ. അപ്പോ പെണ്ണിലല്ലെന്നാ കേശവൻ പറയണേ. നമ്മോട് ചോദിക്കാമെന്ന് വെച്ചാൽ രണ്ടും ബോധിക്കാതെ വയ്യേ. കുറെ മധുരം ഇറങ്ങി ഉണക്കമീന വണ്ടിയിലുണ്ട്, എടുത്തോ. മാറുകളെ ഒരു പട്ടി അവിടെ നിൽക്കുന്നല്ലോടി. ആ, അവിടെ നിന്നോട്ടെ നീ. തിരുവേനി, തിരുവേനി. തിരുമേനി, തിരുമേനി ഒന്ന് സഹായിക്കണം. കൃഷ്ണ, ഒരു കാര്യം പറയാലോ. കൃഷ്ണന്റെ തലവേദന കൃഷ്ണന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ തലയിലേക്ക് കയറ്റാൻ ശ്രമിക്കണ്ട. അല്ല, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ. എന്റെ കൃഷ്ണ, നമുക്ക് വയസ്സായി. ഇനിയുള്ള കാലത്ത് ഒരു ദണ്ണവും ഇല്ലാതെ കഴിഞ്ഞു പോകണമെന്നുണ്ട്. കൃഷ്ണ പൊക്കോളൂ. നാളെയോ മറ്റോ ഞാൻ ഇല്ലത്തേക്ക് വരാം. ദാമുവിന്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടി അങ്ങോട്ടേക്ക് വരണമെന്നില്ല കേട്ടോ. വരാം. ഓ, ഇവൻ കുറച്ച് വെള്ളം കുടിക്കുന്ന ലക്ഷണമുണ്ട്. ആ, ദാമുവേട്ടനെ പോലെ തന്നെ. അത് നീ ഏതാണ്ട് അർത്ഥം വെച്ച് പറഞ്ഞാണല്ലോ. ഏയ്, ഞാനൊരു അർത്ഥം വെച്ചിട്ടില്ല. ആ, അപ്പൊ പിന്നെ എനിക്ക് തോന്നുകയായിരിക്കും. ആ, ഇവൻ ഞാൻ തന്നെയാ. ഓ, ഇത് നിങ്ങൾക്കാ. ഇതേ കിട്ടിയുള്ളൂ പാറു. ഇത് എന്ത് കൊടുത്തതാണ്? 2 രൂപയാ. ഞാനേ 5-6 മത്തി വാങ്ങിച്ചു. 12 അണയാ. പെരുത്ത അന്യായം. ഇത് ഞാനൊന്ന് മുറിച്ച് ശരിയാക്കട്ടെ. ഉച്ചയായില്ലേ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? വേഗം വരണം, ഇവിടെ വേറെ ജോലിയുണ്ട്. കഴിക്കുന്നൊക്കെ എപ്പോ വേണമെങ്കിലും ആകാം. സമയത്തിന് വെള്ളം ഒഴിച്ചില്ലേ ഇതെല്ലാം കരിഞ്ഞു പോകും. ആ, ഈ ദാമോട്ടൻ ഒരു നിമിഷം ആ പറഞ്ഞ ചുമ്മാ വരുത്തുകയല്ലേ. എന്നാ നീ ഒരു 10 കുടം വെള്ളം ഒഴിച്ചു. വെറുതെ വേണ്ട, കൂലി തരാം. ഞാൻ കാലത്തെ ഇറങ്ങിയതാ. വീട്ടിൽ അങ്ങേര് തനിച്ചേ ഉള്ളൂ. ആ, രാമകൃഷ്ണൻ എങ്ങനെയുണ്ട്? ആ, കുറേശ്ശെ എണീറ്റ് നടക്കും. അപ്പൊ നീ വേഗം ചെല്ല്. അല്ല, ആരെ കുപ്പിയിലാക്കാനാ രാവിലെ ഇറങ്ങിയിരിക്കുന്നേ? ഓ, വോട്ട് പിടിക്കാനായിരിക്കും. ഞാൻ ഇവിടെ വന്ന് വോട്ട് പിടിക്കണോ ദാമു? അങ്ങനെ അങ്ങ് കണക്കാക്കണ്ട. ഇക്കുറി ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. അതെന്താ വോട്ട് ചെയ്യില്ലെന്ന് വെച്ചത്? കുറെ നാളായല്ലോ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഞങ്ങൾക്ക് അധികാരം തരൂ, കാണിച്ചു തരാം. കാണിക്കും കുറെ കണ്ടതല്ലേ. മാറൂ, 2 ഗ്ലാസ് മോര് കൊണ്ടുവാ. ആ കൃഷ്ണൻ നായരെ ദാമുവിനെ കോടതി കയറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ആ, കേട്ടട്ടെ, കാണാം. ദാമു ഭയപ്പെടേണ്ട, ഞങ്ങളുടെ പിന്തുണ എപ്പോഴും ദാമുവിനുണ്ടായിരിക്കും. 1000കണക്കിന് തൊഴിലാളികൾ ദാമുവിന്റെ പിന്നിൽ അണിനിരക്കും. പോരെ? ഒരു കുഴപ്പമുണ്ടാകുന്നത് മുളങ്കാടിന് നല്ലതാണല്ലോ. അതെന്താ ദാമു അങ്ങനെ പറഞ്ഞത്? ഇതാ മോര്. പോലീസ് വന്നാലേ മുളങ്കാടനും കൂട്ടർക്കും കോളായില്ലേ? അയ്യോ, പോലീസ് വന്ന് വെടിവെക്കില്ലേ? വെടിവെച്ചാലേ മുളങ്കാടനും കൂട്ടർ ഓടും, വെടി നമുക്കുള്ളൂ. ദാമു, വെടിയുണ്ടയിലൂടെയാണ് ഞങ്ങളുടെ പാർട്ടി വളർന്നത്. വെടിവെപ്പ് ഞങ്ങൾക്ക് പുത്തിരിയൊന്നുമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലയോ? ഇവൻ ഇങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ അവന്റെ ജോലി. നീ വേഗം പൊക്കും. ഞാനേ കുറച്ച് വൈക്കോലും വാങ്ങിച്ചോണ്ട് ഉടനെ വരാം. കാശെത്രായി? എനിക്ക് നിങ്ങളുടെ കണക്കൊന്നും കാണാ, പോയിട്ട് വേറെ ജോലിയുണ്ടെന്ന്. മോള് പോയിക്കോ. ഞമ്മക്ക് ഇവനോട് ഇത്തിരി വർത്താനം പറയാനുണ്ട്. ഇരിക്കേ. അനക്കെന്താ ഒരു തിരക്ക്? ഞാൻ പിന്നെ നിങ്ങളുടെ പുന്നാരവും കേട്ടോണ്ട് വിട്ടിരുന്നാ മതിയോ?
ഈ ഒരു ഊണം തിരിഞ്ഞ ബലാല. ആ ഇന്നലെ വൈകുന്നേരവും കൃഷ്ണൻ നായർ ഇവിടെ വന്നിനി. അയാളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ ഊണായിട്ട് എന്തിനാ ഒറ്റങ്ങാറ് നിൽക്കുന്നത്? ഞാൻ ആരോടും വഴക്കിന് പോകാറില്ല. ആ വന്നാലിട്ട് വിടാറുമില്ല. എനിക്ക് എന്തോ ഒരു പുടിവാശി. ആ സ്ഥലം ഊരിക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്താൽ എന്താ? നടപ്പുള്ള കാര്യമല്ല. ആ നമുക്ക് ഈ പറയുന്ന കാര്യം കാശുണ്ടെങ്കിൽ അയക്ക് വേറെ സ്ഥലം വാങ്ങിച്ചൂടെ? എന്റെ സ്ഥലം തന്നെ വേണമെന്ന് അയക്കേണ്ട എത്ര നിർബന്ധം? ആ ചോദ്യം ഞമ്മളും എന്നോട് ചോദിക്കാലോ. അയാളെ സ്ഥലം തന്നെ ആണോ എന്ന് എനിക്ക് എന്താ അത്ര വാശി? ഓ, നിങ്ങളും അങ്ങനെ പറഞ്ഞു തുടങ്ങിയോ? അതല്ല മോനെ, വെറുതെ എന്തിനാ ഭയക്കിന് നിൽക്കണേന്ന് വിചാരിച്ച. ആരെങ്കിലും എന്റെ ഭൂമി തൊട്ട് കളിച്ചാൽ അവന്റെ കഴുത്തിയാൻ കണ്ടി. എടാ വെറുതെ കുഴപ്പത്തിനൊന്നും പോണ്ട. അടുത്തേനെ പൊട്ടുന്ന ലക്ഷണമുണ്ട്. എണ്ണി എന്നുള്ള ചീത്തപ്പേരല്ലാതെ ഇപ്പൊ എന്താ ഉള്ളത്? മണ്ണിന് വേണ്ടിയുള്ള ഓട്ടത്തില് ഇപ്പൊ നമ്മൾ വായാ വള്ള. എനിക്ക് എന്റെ ഭൂമി തിരിച്ചു കിട്ടണം. എന്റെ മകൻ പട്ടാളത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൻ അതിലൊരു വീടുണ്ടാക്കി കൊടുക്കണം. ആ ഭൂമി കൃഷ്ണന്റേതാണെന്ന് പറയാൻ പറ്റോ? എന്റെ പക്കൽ രേഖകളുണ്ട് തിരുമേനി. എന്റെ കൃഷ്ണ, ഇപ്പൊ രേഖകൾ എന്താ പ്രയോജനം? ആ ഭൂമി കൃഷ്ണന്റെ അച്ഛൻ ദാമുവിന്റെ അച്ഛന് കൃഷ്ണനെ കൊടുത്തല്ലേ? ഞാൻ അത് അംഗീകരിക്കുന്നില്ല. താൻ അംഗീകരിക്കണ്ട, കോടതി അംഗീകരിക്കും. ആ തിരുമേനി കുളിക്കണ്ടേ? 11 മണിക്ക് വക്കീലാഫീസിൽ ചെല്ലാന്ന് പറഞ്ഞതാ. ആ അത് നേരാ. കൃഷ്ണ, നമുക്ക് ലേശം തിടുക്കമുണ്ട്. തിരുമേനി ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. കേശവ, കൃഷ്ണനെ സഹായിച്ചുകൊണ്ട് നമുക്ക് എന്താ ലാഭം? ലാഭമില്ലെന്ന് മാത്രമല്ല, കയ്യോ കാലോ നഷ്ടപ്പെട്ടുന്നത് ആണേ. പിന്നെ വെറുതെ കിടക്കുന്ന മൂർഖം പാമ്പിന്റെ വാലിൽ പിടിച്ച് വലിച്ചെന്ന് വല്ല പ്രയോജനമുണ്ടോ? തിരുമേനി ഈ കാര്യത്തിൽ അവനുമായി നേരിട്ട് ഇടപെടണമെന്നല്ല ഞാൻ പറയുന്നത്. തിരുമേനി പിന്നിൽ നിന്നാൽ മതി. നോം പാവപ്പെട്ട ഒരു നമ്പൂരിശനാണേ, എന്നാലും കൃഷ്ണനെ സഹായിക്കാം. ഞാനത് മറക്കില്ല തിരുമേനി. മറക്കരുത്. മറക്കില്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് സഹായിക്കാമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഉവ്വ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കേശവ, എന്തോ? കേശവ, കൃഷ്ണന്റെ അച്ഛൻ പങ്കുണ്ണിയെ താൻ അറിയുവോ? ആളൊരു ബഹുരഥീനായിരുന്നു. കൃഷ്ണനെ പോലെ ആയിരുന്നില്ല പങ്കുണ്ണി. കേശവ, എന്തോ കണ്ടിട്ടുണ്ടോ? എന്തോന്ന് തിരുമേനി? കണ്ടിട്ടുണ്ടോന്ന് കാണാൻ പറ്റുന്നില്ല തിരുമേനി. രാമുന്റെ അമ്മേ ബഹുസുന്ദരിയായിരുന്നു. രംഭ, പുലോക രംഭ. കേശവ, ആ തോർത്തിയെടുക്കൂ. അതിനുള്ള ഭാഗ്യം അടിയൻ ഉണ്ടായിട്ടില്ലേ തിരുമേനി? അത് ഞാൻ ആലോചിക്കായിരുന്നു. വെറുതെ ആരെങ്കിലും ഭൂമി ഇഷ്ടദാനം കൊടുക്കുവോ? അതൊക്കെ പണ്ടല്ലേ തിരുമേനി. അന്ന് അടിയൻ ജനിക്കാതെ പോയത് വലിയ കഷ്ടമായിപ്പോയി. ജനിച്ചിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ഭൂമി തിരുമേനി തന്നായിരുന്നു. കൊച്ചമ, എന്തോ? തനിക്ക് എന്ത് കിട്ടിട്ടാ ഞാൻ ഭൂമി തരിക? തിരുമേനി മനസ്സ് വെച്ചിരുന്നെങ്കിൽ രമ്പയെപ്പോലൊരു പെണ്ണിനെ അടിയന് കല്യാണം കഴിച്ചായിരുന്നു. അപ്പോ നീ പെണ്ണ് കെട്ടി ആരാ ചെലവിന് കൊടുക്കുക? തിരുമേനി. മറ്റുള്ള കാര്യം തിരുമേനി മുണ്ട് തിരുമേനി ചതിക്കരുത്. ശ്രീലംബർ ജീവിക്കണ്ടത്.
നമസ്കാരം സ്വാമി. ഒരു ബീഡി എനിക്കൂടെ തന്നൂടായോ? ആ? ഒരു പുകയെങ്കിലും, അല്ലെങ്കിൽ വേണ്ട. ഉം? ഓ. രാമു, മാഷ് എങ്ങോട്ടായി രാത്രി? രാമു, എത്ര കാലമായിടോ തന്നോട് പറയാൻ തുടങ്ങിയിട്ട്? മാഷ് എന്താ എന്നോട് പറഞ്ഞിരുന്നേ? എങ്ങനെ ഓർമ്മ കിട്ടാനാ? താൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? അതല്ലേ, മാഷ് എന്താ എന്നോട് പറഞ്ഞിരുന്നേ? ഇങ്ങനെ കുടിക്കരുത് എന്ന് തന്നെ. നീ നിന്റെ ഈ സ്വഭാവം നിർത്തണം. അയ്യോ, അതിപ്പോ അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ മാഷേ? അല്ല, മാഷക്ക് പിടികിട്ടാത്തൊരു വിഷയമാ. സ്വല്പം കുടിച്ചു നോക്കുമ്പോ മനസ്സിലാവും. ചെല്ല് ചെല്ല്, ഓ, സൂക്ഷിച്ചു പോണേ കേട്ടോ. ഉം.